ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1911 ഒക്ടോബർ 11 ഇടപ്പള്ളിയിൽ പാറുക്കുട്ടി അമ്മയുടെയും നാരായണ മേനോൻ്റെയും മകനായി ജനിച്ചു. രമണൻ എന്ന പ്രശസ്ത കാവ്യകൃതിയിലൂടെ മലയാള മനസ്സിലേക്ക് ചേക്കേറിയ കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ബാഷ്പാഞ്ജലി, സങ്കല്പകാന്തി, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, വാഴക്കുല തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. നോവലുകൾ, കവിതാ സമാഹാരങ്ങൾ, പരിഭാഷകൾ ഉൾപ്പെടെ ഏകദേശം 57ഓളം കൃതികൾ ചങ്ങമ്പുഴ രചിച്ചിട്ടുണ്ട്. ബാല്യകാലം. ഒരു കാലത്ത് ഇടപ്പള്ളിയിലെ ഏറ്റവും സമ്പന്നമായ തറവാടായിരുന്നു ചങ്ങമ്പുഴ തറവാട്. കാരണവന്മാരുടെ പിടിവാശിയും ധൂർത്തും കൊണ്ട് തറവാടിൻ്റെ സമ്പത്ത് നഷ്ടമായി. അങ്ങനെ ഒരു തറവാട്ടിലാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ജനിച്ചത്. ഇടപ്പള്ളിയിലെ പ്രൈമറി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല പഠനം. പിന്നീട് ആലുവ സെൻറ് മേരീസ് സ്കൂളിലും എറണാകുളം സർക്കാർ ഹൈസ്കൂളിലും സെൻറ് ആൽബർട്ട് സ്കൂളിലും എറണാകുളം മഹാരാജാസ് കോളേജിലും പഠിച്ചു. മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ചങ്ങമ്പുഴ പ്രശസ്തനായ കവിയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ പല കവിതകളും അന്ന് പുറംലോകം കണ്ടിരുന്നു. പിന്നീട് തിരുവനന്തപുരം ആർട്സ് കോളേജിലും അദ്ദേഹം പഠിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ചങ്ങമ്പുഴയുടെ സുഹൃത്തും ഇടപ്പള്ളി പ്രസ്ഥാനത്തിൻ്റെ ജനതകളിൽ ഒരാളുമായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്തു. ഇത് രമണൻ എന്ന വിലാപകാവ്യം എഴുതുന്നതിന് കാരണമായി. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ശ്രീദേവി അമ്മയെ വിവാഹം ചെയ്തു. പിന്നീട് ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും യുദ്ധസേവനത്തിന് പോകുകയും ചെയ്തു. 2 വർഷത്തിനു ശേഷം തിരിച്ചു വന്ന ചങ്ങമ്പുഴ മദുരാശിയിലെ ലോ കോളേജിൽ ചേർന്നു. ഈ കാലയളവിലാണ് ചങ്ങമ്പുഴയെ പ്രശസ്തിയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ പല കൃതികളും രചിക്കപ്പെട്ടത്. മംഗളോദയം മാസികയുടെ പത്രാധിപനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. അദ്ദേഹം ഇടപ്പള്ളിയിൽ കുടുംബമായി താമസിച്ചു പോരുന്ന കാലത്താണ് വാതരോഗവും ക്ഷയരോഗവും അദ്ദേഹത്തെ പിടിപെട്ടത്. മരണം. 1948 ജൂൺ 17 ഉച്ചതിരിഞ്ഞ് തൃശൂർ മംഗളോദയം നഴ്സിംഗ് ഹോമിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തു നിന്നും യാത്രയായി. മരിക്കുമ്പോൾ 36 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ഇടപ്പള്ളിയിലെ സ്വന്തം തറവാട് വീട്ടിലായിരുന്നു സംസ്കാരം. ചങ്ങമ്പുഴയുടെ ഓർമ്മയ്ക്കായി ചങ്ങമ്പുഴ പാർക്ക്, ചങ്ങമ്പുഴ സാംസ്കാരിക സമിതി, കലാവേദി, ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല തുടങ്ങിയവ സ്ഥാപിച്ചു. 2017 കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷൻ നിലവിൽ വന്നു. ചങ്ങമ്പുഴയുടെ അതിമനോഹരമായ വരികൾ ഇഷ്ടപ്പെട്ട പ്രൊഫസർ MK സാനു അദ്ദേഹത്തെ നക്ഷത്രങ്ങളുടെ പ്രേമഭാജനം എന്ന് വിശേഷിപ്പിച്ചു. ചങ്ങമ്പുഴയുടെ പ്രധാന കൃതികൾ: രമണൻ, ദിവ്യഗീതം, മനസ്വനി, വാഴക്കുല, ബാഷ്പാഞ്ജലി, കാവ്യനർത്തകി, തിലോത്തമ, മണിവീണ, ആരാധകൻ, ഹേമന്തചന്ദ്രിക, മഞ്ഞക്കിളികൾ, നീറുന്ന തീച്ചൂള, വത്സല, ഓണപ്പൂക്കൾ, കാമുകൻ വന്നാൽ, വസന്തോത്സവം, അമൃതവീചി, നിർവൃതി, മോഹിനി, യവനിക, ആകാശഗംഗ, അസ്ഥികളുടെ പൂക്കൾ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം തുടങ്ങിയവയാണ്. മാനസാന്തരം, സാഹിത്യചിന്തകൾ, അനശ്വരഗാനം, ശിഥിലഹൃദയം, തുടിക്കുന്ന താളുകൾ, കളിത്തോഴി, പൂനിലാവിൽ, കരടി, പെൻസിലും മെലിസാന്തയും തുടങ്ങിയവയാണ് ഗദ്യകൃതികൾ. താങ്ക് യു.